എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT-ൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളുടെ ചെറിയൊരു റിവ്യൂ, ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യത്തെ സിനിമ പവി കെയർടേക്കർ ആണ്. ദിലീപേട്ടൻ നായകനായ സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് രാജേഷ് രാഘവൻ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദിലീപനാണ്. അതുപോലെ അഭിനയിച്ചിരിക്കുന്നത് ദിലീപ്, ജോണി ആന്റണി, രാധിക ശരത് കുമാർ, സ്വാതി കോണ്ടെ, ധർമ്മജൻ ബോൾഗാട്ട് ഇവരൊക്കെയാണ് സുപ്രധാന വേഷങ്ങളിലുള്ളത്. പിന്നെയും കുറേ നടിമാരുണ്ട്, 4-5 നടിമാർ. അതിൽ ദിലീപേട്ടൻ്റെ പേര് ഒന്ന് എടുത്ത് പറയാം, അത്രേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയുക, അവർക്കൊന്നും വലിയ രീതിയിലുള്ള പ്രാധാന്യമില്ല. ചിലർക്കൊക്കെ ഒരു ജസ്റ്റ് ഒരു നടിമാർ എന്നുള്ള രീതിയിൽ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള നടിമാർ എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക റോളൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള പവിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രണയവും അതിൻ്റെ കൺഫ്യൂഷൻസും അങ്ങനെയുള്ള ക്ലൈമാക്സും പിന്നെ ചെറിയ ചെറിയ കോമഡികളും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ, അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ഒറ്റ തവണ ആസ്വദിച്ച് കാണാനുള്ള ഒരു സിനിമ ആണ് പവി ടേക്കർ. ഒരു വലിയൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ മുമ്പ് എന്താ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പോലെ, അല്ലെങ്കിൽ മൈബോസ് പോലെ, 2 കൺട്രീസ് പോലെ ചിരിച്ച് മറിയാനുള്ളതൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ ചിരിച്ച്, ചെറിയ രീതിയിൽ ചിന്തിപ്പിച്ച്, ചെറിയ തരക്കേടില്ലാത്തൊരു ക്ലൈമാക്സിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ജോർണറിൽപ്പെട്ട, ഫീൽ ഗുഡ് ഇതിൽപ്പെട്ട ഒരു പിന്നെ സിനിമയാണ് പവി കെയർടേക്കർ. വിനീത് കുമാർ എന്ന ഡയറക്ടർ ഉള്ള സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കോമഡികളൊക്കെ ഒരു പഴയ നിലവാരമാണെങ്കിലും കൂടെ അത് ദിലീപേട്ടൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലൊരു മടുപ്പൊന്നുമില്ല. കാരണം അത് ചെയ്ത് ഫലിപ്പിക്കാൻ ദിലീപേട്ടന് മാത്രമേ സാധിക്കുന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നും. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം ഒരു ആവറേജ് അനുഭവം നേടിയ ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം നൽകിയ ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സമയം നഷ്ടമായിട്ടില്ല എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് പിന്നെ ഈ പവി കെയർടേക്കർ. അടുത്ത സിനിമ ചീന ട്രോഫിയാണ്. ഈ പറഞ്ഞതുപോലെ മാസത്തിൽ 4-5 സിനിമകൾ വെച്ച് അഭിനയിച്ച് 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതും അനിൽ ലാൽ എന്ന ആളാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, പിന്നെ ചൈനീസ് നടിയായിട്ടുള്ള കെൻഡി സിർദോ, ദേവിക രമേശ്, ജാഫർ ഇടുക്കി ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ നാട്ടിൽ ചെറിയൊരു കുടിൽ വ്യവസായമായിട്ട് പോകുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചൈനീസ് പെൺകുട്ടി എത്തപ്പെടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ചില ചെറിയ ചെറിയ കോമഡികളും സംഭവങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറഞ്ഞതുപോലെ കോവിഡ് സമയത്ത് ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു പടമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കഥയൊക്കെ വികസിക്കുന്നത്. കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടും കാര്യമില്ല, വെറുതെ സമയം കളയണ്ട. ഞാൻ തന്നെ പല സീനുകളും എന്താ പറയുക അടിച്ചടിച്ച് കണ്ടിട്ടാണ് പല സീനുകളും തീർത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഒരു എന്താ പറയുക നല്ലൊരു അനുഭവം തരാത്ത ബോറിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ചീന ട്രോഫി. അടുത്ത സിനിമ ഒരു ഡബ്ബിംഗ് സിനിമയാണ്, ഡബിൾ ഐ സ്മാർട്ട്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുരി ജഗന്നാഥാണ്. പ്രൊഡ്യൂസ് ചെയ്തത് ഈ പുരി ജഗന്നാഥും അതേപോലെ ചാർമി കൗറുമാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രാം പോത്തിനേനി, സഞ്ജയ് ദത്ത്, കാവ്യ താപ്പർ, സഞ്ജയ് ഷിൻഡെ, മാർക്കൺ ദേശ്പാണ്ഡെ. സത്യം പറഞ്ഞാൽ ഈ സഞ്ജയ് ദത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം നല്ല നല്ല സിനിമകൾ, മുന്നാബായ് MBBS അടക്കമുള്ള നല്ല നല്ല സിനിമകൾ ഹിന്ദിയിൽ ബോളിവുഡിൽ അഭിനയിച്ച് നല്ല മുൻനിര നായകനായി തിളങ്ങിയിരുന്ന ഒരു നടന് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് സൗത്ത് ഇന്ത്യയിലത്തെ നായകന്മാരെ ഇടികൊള്ളാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ഒരു ദയനീയ കാഴ്ച. പല നടന്മാരുണ്ട്, അതായത് സെയ്ഫ് അലി ഖാൻ, പിന്നെ വിവേക് ഒബറോയ്, ഇവരൊക്കെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ നടന്മാരുടെ വില്ലന്മാരായിട്ടാണ് പ്രധാനമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്നറിയില്ല. ഒരു പക്ഷേ അവർക്ക് ബോളിവുഡിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഇവിടെ കിട്ടുന്നത് കൊണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ബോളിവുഡ് നടന്മാരെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ നോർത്തിലും മഹാരാഷ്ട്ര പോലുള്ള വലിയ സംസ്ഥാനങ്ങളിലും ഒരു മാർക്കറ്റ് പിടിക്കാമെന്നുള്ള ചിന്തയിലായിരിക്കും ഒരു പക്ഷേ ഇവരെ വില്ലന്മാരാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരാവശ്യമില്ലാണ്ട് ഇതേപോലത്തുള്ള പടങ്ങളിലൊക്കെ സംഗീതത്തൊക്കെ വന്നിട്ട് തല വെച്ച് കൊടുക്കരുത് എന്നുള്ളൊരു ഒരു അഭ്യർത്ഥന ഉണ്ട്.
നമ്മൾ അഭ്യർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാലും പറയേണ്ടത് നമ്മൾ പറയണല്ലോ. അപ്പോൾ ഒട്ടും തന്നെ എന്താ പറയുക, സ്ഥിരം തെലുങ്കിൽ കാണുന്ന കത്തിപ്പടങ്ങൾ അത്രേ ഉള്ളൂ. ഡബിൾ ഐ സ്മാർട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അത്തരം കത്തിപ്പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ലോജിക്കുകളൊന്നും ഇല്ലാത്ത, കഥയൊന്നും ഇല്ലാത്ത, ട്വിസ്റ്റോ ടേണോ ഒന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെറും ഇല്ലോജിക്കായിട്ടുള്ള ഒരു പടം കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം. അത്ര തന്നെ ഉള്ളൂ ഈ ഡബിൾ ഐ സ്മാർട്ട്. അടുത്ത സിനിമ തലവനാണ്. തലവൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിസ്ജോയാണ്. എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവരക്കാട്ട്, ശരത് പെരുമ്പാവൂർ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അരുൺ നാരായണൻ, ബിജു സെബാസ്റ്റ്യൻ എന്നിവരാണ്. അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ, ആസിഫ് അലി, ദിലീഷ് പോത്തൻ, മിയ ജോർജ്, അനുശ്രീ, പിന്നെ ഒട്ടനവധി വേറെയും താരങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഈ 5 പേരിലാണ് ഫോക്കസ് ചെയ്തിട്ട് കഥ പോകുന്നത്. പിന്നെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട്. പിന്നെ ഒരുപാട് താരങ്ങളുണ്ട്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജിസ്ജോയുടെ പേര് ഓർക്കുമ്പോൾ പെട്ടെന്ന് സൺഡേ ഹോളിഡേ, അതുപോലെ ഈ അടുത്ത് വന്ന കാതൽ ദിക്കോർ, അങ്ങനെയുള്ള ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരിക. അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള സബ്ജക്റ്റുകളാണ്. ഒരിക്കലും നമ്മൾ ഈ ജിസ്ജോ എന്ന ഡയറക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സിനിമയാണ് ഇന്ന് തലവന്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ലൊരു വൃത്തിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു പ്രത്യേക സാഹചര്യം, ആദ്യം ഈ ബിജുമേനോനും ആസിഫ് അലിയും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന സിനിമ പിന്നീട് ഒരു കൊലപാതകത്തിനോടനുബന്ധിച്ച് മറ്റൊരു ട്രാക്കിലേക്ക് കയറുകയും അതിന്റെ ചുവട് പിടിച്ച് നല്ല രീതിയിൽ ട്വിസ്റ്റും ടേണും നല്ല രീതിയിൽ സസ്പെൻസും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു കഥയാണ്. എന്താ പറയുക, വലിയ മാരക ട്വിസ്റ്റുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റോറി, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോലീസ് അന്വേഷണം തന്നെയാണ് തലവനിൽ പറയുന്നത്. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന്റെ ഒരു അന്വേഷണത്തിന്റെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിലേക്ക് അതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എത്തുന്നത്. വലിയ സംഭവം ട്വിസ്റ്റോ സംഭവം ടേണോ വലിയ സസ്പെൻസോ ഒന്നുമില്ല. ഒരു സാധാരണ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ച, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഉള്ള ഒരു നീറ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതാണ് തലവന്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു സമയനഷ്ടം വരാനില്ല എന്ന് ഉറപ്പിക്കാവുന്നൊരു ത്രില്ലർ സിനിമ തന്നെയാണ് തലവന്. അടുത്ത സിനിമ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയാണ്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ്, എഴുതിയിരിക്കുന്നത് KR കൃഷ്ണകുമാർ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സരിഗമ. അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, സിദ്ദീഖ്, മനോജ് കേജൻ, ബൈജു സന്തോഷ്, അജു വർഗീസ്, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട്. പിന്നെ ഇതില് നമ്മുടെ ബേസിൽ ജോസഫിന്റെ പേരായിട്ട് നിഖില വിമലുണ്ട്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് നുണക്കുഴി. എന്താ പറയാ, ആ സിനിമയുടെ പേര് പോലെ തന്നെ നുണന്റെ കുഴിയിൽ നായകനും നായികയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇതിലുള്ളത് പിന്നെ ബേസിൽ ജോസഫും അതേപോലെ പിന്നെ ഗ്രേസ് ആന്റണിയുമാണ്. ഇവർ രണ്ടുപേരും തന്നെയാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലേക്ക് മറ്റുള്ള താരങ്ങൾ ഓരോ അവസരങ്ങളിൽ എത്തിപ്പെടുന്ന രീതിയിലാണ് കഥ വികസിക്കുന്നത്. ഈ രണ്ടുപേരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു നുണയുടെ കുഴിയിൽ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപാട് നുണകൾ പറഞ്ഞ് വലിയൊരു കുഴിയിൽ അകപ്പെടുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. വലിയ ടിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര ഒരു ദൃശ്യം പോലെ, അല്ലെങ്കിൽ പിന്നെ 12th മാൻ പോലെ, പിന്നെ മെമ്മറീസ് പോലെയുള്ള ഒരു ത്രില്ലർ സിനിമയൊന്നുമല്ല. ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ചിരിപ്പിച്ച, അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് ഉള്ള, മോശമില്ലാത്ത കഥയുള്ള നല്ലൊരു സിനിമ. അതിൽ സിദ്ദീഖും മനോജ് കേജനും ബൈജു സന്തോഷ് അടക്കമുള്ള പഴയ താരങ്ങളും നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ റോളുകൾ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു മടുപ്പ് തരാത്ത നല്ല ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള നിലക്ക് കാണാം. ഒരു സമയം ഒരിക്കലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് നുണക്കുഴി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വന്ന സിനിമകൾ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.